എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ നിന്ന് നമ്മൾ മീൻ കടയിലേക്ക് ഇത്രയേ ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കുള്ള മീനൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ കുഞ്ഞുമുത്താത്താക്കുള്ള മീനൊക്കെ വാങ്ങിയിട്ട് പോകട്ടെ. അപ്പം മത്തിയും ആവോലി അട്ട കിട്ടിയേ. അത് കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി റോഡ് സൈഡിൽ ഈ കുറേ പുൽച്ചെടിയും കുറ്റിച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പുല്ലിലുള്ള ഒരു സാധനം പൂ പോലെ ഇരിക്കും. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ട് എടുത്ത് നോക്കിയാൽ ഒരു പുഴു പോലെ ഉണ്ടാവും. അപ്പം അമ്മേൻ്റെ മേലിട്ടിട്ട് അമ്മനെ പേടിപ്പിച്ച് നോക്കാം കേട്ടോ. പേടിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല, എന്നാലും നോക്കാം. ഇത് വെച്ച് ഞാൻ പണ്ട് മൂത്തമ്മനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചേട്ടൻ്റെ ഇന്ന് ചെറുതായിട്ടൊന്ന് ചീത്ത ഇട്ടു. എന്നിട്ട് പേടിപ്പിച്ച് പെട്ടെന്ന് ഒരു ഞെട്ടിപ്പോലെ പ്രായ ആളല്ലേ. അതുകൊണ്ട് രാവിലത്തെ ചായക്കുള്ള കടി കഴിച്ചോണ്ട് കേട്ടോ. കുത്തപ്പം പട്ടാണിക്കടലയാണ്. അത് ഉള്ളു ഇവിടെ 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 ഇവരല്ല, ഇതാണ് സാധനം. ഞാൻ പണ്ട് മൂത്തമ്മനെ പേടിപ്പിച്ചത്. ഞാൻ വിചാരിച്ചത്ര അമ്മ പേടിച്ചില്ല, സാരമില്ല. ഇനി ഒരു അവസരത്തിൽ നമുക്കിതിൽ നല്ല രീതിക്ക് പേടിപ്പിക്കാം. അപ്പോൾ കാശി കുളിക്കാൻ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ടർക്കി തറയിൽ ഇതുപോലെ വിരിച്ചിട്ട് തേജിനെ അവിടെ കിടത്തിയിട്ട് എന്നിട്ട് റോട്ടുമുണ്ടേക്കുള്ള കാഴ്ച കണ്ടോട്ടെ വെച്ചിട്ട് ഇങ്ങനെ കിടത്തിയത്. അല്ലെങ്കിൽ ആളെന്താ പറയുക, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. കരച്ചിൽ ഒഴിവാക്കാനാണ് എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടോട്ടെ ചെയ്തത്. നമ്മൾ വണ്ടി അതൊക്കെ പോകുമ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളൊരു അത്ഭുതത്തിൽ അങ്ങോട്ട് നോക്കി നിന്നോളും. ഇപ്പം 4 മാസം അടുത്ത മാസം വന്ന 12-ാം തീയതിക്ക് വന്നാൽ തികയും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോഴേ കമിഴ്ന്ന് നോക്കാനൊക്കെ ആൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാശിമ കുളിച്ച് വന്നിട്ട് വേണം നമ്മളെ തേജിട്ടനെ കുളിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. ആളിങ്ങനെ കമിഴാനൊക്കെ നോക്കുന്നുണ്ട്, കഴിയാത്തതുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ആ കരച്ചിൽ പിന്നെ തുടങ്ങിയാൽ നിർത്താൻ കുറച്ച് പ്രയാസം. അതേ ഒരവസ്ഥയാണ്. കുളി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലേറെ ആൾ കരഞ്ഞുകൊണ്ട് നിൽക്കും. കുറേ കയ്യിലെടുത്ത് അങ്ങോട്ട് കൊഞ്ചിച്ച് ഇങ്ങോട്ട് കൊഞ്ചിച്ച് അങ്ങനെ കേട്ടോ അങ്ങനെ കിടത്തൽ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്തേ കൗലില്ലേ നിങ്ങൾ? അങ്ങനെ തേച്ചിട്ട് തന്നെ കുളിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാനിത് ഉലുവ പിഴിഞ്ഞത് കുടിക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാനും കാശിമോനും കൂടി പൊന്നൂൻ്റെ കടയിലോട്ട് പോവുകയാണ്. തിങ്കളാഴ്ച അവിടെ ഓഫറാട്ടോ. ഓരോ സാധനത്തിനും 5 രൂപ 10 രൂപ വെച്ചിട്ടൊക്കെ വില കുറവുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനും പോവുക. എനിക്ക് വാങ്ങിക്കണം, കുഞ്ഞുമുത്താത്താക്കും വേണം, ജമിത്താത്താക്കും വേണം. അപ്പോൾ ബിനീഷേട്ടൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവുക കേട്ടോ. അവളവിടെ ബിൽഡിങ്ങിലാട്ടോ നിൽക്കുന്നത്. പിന്നെ ഓപ്റ്റിക്കൽസ് പഠിച്ചതാണ്. ദൂരേക്ക് പോകാനുള്ള ഒരു പേടി, ഒരു മടി കാരണം അവളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അവളെ ഫ്രണ്ടും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഉന്തുവണ്ടിയൊക്കെ ഉപയോഗിച്ച് ആദ്യമായിട്ടാണ് പർച്ചേസൊക്കെ ഞാൻ ചെയ്യണത്. ആ വണ്ടി നേരെ ഉന്തുമ്പോൾ അങ്ങ് സൈഡിലോട്ടേക്കൊക്കെയാണ് പോണേ. എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് വലിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഓട്ടോയിലും കയറി വീട്ടിലെത്തി. അമ്മ ഞാൻ വന്നതിന് ശേഷം പണിക്ക് പോയി കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം കാശിക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറ് തിന്ന്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു. അപ്പം അമ്മ തിരുമ്പിയൊക്കെ ഇടുന്നതൊക്കെ എടുത്ത് മടക്കി വെച്ചതിന് ശേഷം വൈകുന്നേരം അമ്മയും അനിയത്തിയും പണി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞുമുത്താത്താൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ. അപ്പം ഞാൻ ബുധനാഴ്ച പോവുകയാണ്. ഇത് ഞാൻ ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള നേരം വൈകിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമുത്താത്താൻ്റെ അടുത്തേക്ക് പോവുക. തേജിട്ട് ആദ്യമായിട്ടാട്ടോ പുറത്തേക്ക് പോണതും കുഞ്ഞുമുത്താത്താൻ്റെ അടുത്തേക്ക് ഒരു വിരുന്നായിട്ട് പോണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാട്ടോ അങ്ങോട്ടേക്കുള്ള റോഡ്. പിന്നെ അവിടെ എത്തി ഞങ്ങൾ കുറച്ച് നേരം വർത്താനത്തിലും കളിയും ചിരിയായിട്ട് അങ്ങനെ നിന്നിട്ട് അതിൻ്റെ ഇടയിൽ അത് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് നിന്ന് അതൊക്കെ കുടിച്ചു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സംസാരത്തിൽ നിന്നാൽ പിന്നെ വീഡിയോ എടുക്കണതൊക്കെ കണ്ട് മറന്നു പോകും. പിന്നെ കാശി ഇവിടെ വന്നാൽ ചാച്ചുവിനായിട്ട് ഭയങ്കര കളിയാണ്. പിന്നെ ചാച്ചുവിൻ്റെ കളി സാധനം ഇവിടെ വന്നാൽ ഭയങ്കരമായിട്ട് കളിക്കും കേട്ടോ. ഓൻ്റെ എന്ന നിലയ്ക്ക് ആളിവിടെ ഭയങ്കര കമ്പനി. പിന്നെ ഇവിടെ നിന്ന് വന്നാൽ ഇല്ലേ തിരിച്ച് ഞങ്ങളെ കൂടുതൽ അങ്ങോട്ടേക്ക് വരികയില്ല. ഭയങ്കര മടി. ഓന് ഇവിടെ മതി ഇവിടെ ഇഷ്ടമെന്നും പറഞ്ഞിട്ട് പോരാൻ നേരം ഒരു കരച്ചിലാട്ടോ. പിന്നെ അമ്മ പണിക്ക് ഇങ്ങനെ പോരുന്ന സമയത്ത് പറയും അമ്മ ചാച്ചിൻ്റെ വീട്ടിൽ കാണാൻ ഞാനും വരാമെന്ന്. അങ്ങനെ രാത്രി കേട്ടോ 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ റിൻഷയാണ് ഞങ്ങളെ കൊണ്ടാക്കി തരുന്നത്. ഇരുട്ടത്തിന് കുട്ടീനായിട്ട് പോകണ്ട എഴുതിയിട്ട്. അങ്ങനെ പൊന്നിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ തേജിട്ടന് ഈ ഒരു പമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അത് 78 പീസ് ഉണ്ടെന്ന് തോന്നുന്നു. 548 രൂപ അങ്കലാടി വിട്ട് തന്നാൽ കാശിക്ക് കൊടുക്കാനായിട്ടോ ആ ഒരു ഇത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് കോൺഫ്ലവർ, പിന്നെ എനിക്ക് പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണിത്. പിന്നെ മമ്പയർ ഉപ്പേരിക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്പയർ ഉപ്പേരി.
പിന്നെ വാങ്ങിച്ചത് പട്ടാണിക്കടല, ഒന്ന് ഇങ്ങനത്തെ കളറും ഒന്ന് പച്ച കളറുമാണ് കേട്ടോ. രാവിലത്തെ ചായക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് വാങ്ങിച്ചാണ്. പിന്നെ 30 കോഴിമുട്ട ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുപ്പെടുത്താഞ്ഞതേ കാശുമോ എൻ്റെ അടുത്ത് നിന്നെ സഹായിക്കുന്നുണ്ട്, അത് പൊട്ടിപ്പോകല്ലേ വെച്ചിട്ടാട്ടോ പേടിച്ചിട്ട് എടുക്കാഞ്ഞത്. അപ്പോൾ അതായത് ഇത്രയൊക്കെ സാധനങ്ങളായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിരുന്നവരെ ടാറ്റാ ബൈ, സീ യു.